Welcome to Alaami Kitchen. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹോം ടൂർ ആണ്. കോഴിക്കോട് ഹൈലൈറ്റ് ഫ്ലാറ്റിലുള്ള നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഹാളിലേക്കാണ്. ഹാള് ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ ഡ്രോയിങ് സ്പേസും കൂടിയിട്ടുള്ള ഹാളാണ്. അത് ഡിവൈഡൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഹാളിൽ തന്നെ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അതിന് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വാഷ് ഏരിയ ആണ്. ഹാളിൽ പിന്നെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ബാൽക്കണി ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ്. രാത്രിയിലെല്ലാം നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അതുപോലെ തന്നെ രാവിലെ ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകളെല്ലാം കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഉള്ളത് 2 ബെഡ്റൂംസ് ഉണ്ട്. രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂം ആണെങ്കിലും 2 ബെഡ്റൂമും നല്ല ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതാണ് ഒരു ബെഡ്റൂമിലുള്ള ബാത്റൂം. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. നല്ലൊരു സൗകര്യമുള്ള നല്ലൊരു കിച്ചനാണ്. ഒരു എൽ ഷേപ്പിലുള്ളൊരു കിച്ചൺ സ്ലാബും അതുപോലെ തന്നെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ സ്ലാബുമാണ് ഉള്ളത്. കിച്ചൺ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്യാബിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാബിനും തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഉച്ചക്ക് ചോറെല്ലാം റെഡിയായതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുത്തത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രഥമൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ചോറും കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി ഇവിടെ വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് മറിയം അസാനൊക്കെ വീഡിയോ എടുക്കുന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ അവരും കൂടി ഇതിൽ ഇൻക്ലൂഡായി. പിന്നെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് മറിയാണ്.
ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു കിച്ചൺ സ്ലാബിലാണ്. അതൊരു സൈഡിലോട്ടായിട്ടാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കിച്ചണിൻ്റെ സൈഡിലായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്. ചെറിയൊരു വാഷിംഗ് മെഷീൻ വെച്ചിട്ട്, പിന്നെ ചെറിയൊരു സ്പേസേ ഉള്ളൂ, എന്നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു വിൻഡോ ആണ് എല്ലാ സ്ഥലത്തും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലായിടെയും നല്ലൊരു സൺലൈറ്റ് ആണ്. നമുക്ക് പകലും രാത്രിയാണെങ്കിൽ തന്നെ നമുക്കൊരു 7 മണി വരെ നല്ലൊരു വെളിച്ചം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ റൂമിനും ബാൽക്കണി ഉണ്ട്. ഇതും നല്ല വ്യൂ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. 2 ബാൽക്കണിയിലും നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ്. രണ്ടും ഒരേ സൈഡിലായതുകൊണ്ട് തന്നെ രണ്ടിന്നും നല്ലൊരു വ്യൂ ആണ്. ഫ്ലാറ്റിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്പേസും തന്നെ അവർ വേസ്റ്റായിട്ട് അവരത് ചെയ്യൂല. എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് എല്ലാ സ്പേസും നമുക്കുള്ളത്. ഒരു സ്ഥലവും നമുക്ക് വേസ്റ്റാക്കി ഇടേണ്ട ഒരു സ്ഥലമില്ല. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നേരെ താഴെ നോക്കുമ്പോൾ കുട്ടികൾ രാത്രിയെല്ലാം കളിക്കുന്നത് കാണാനും എല്ലാം നല്ല രസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.